നമസ്കാരം. മുനീർ അബ്ദുള്ള കോൺസെപ്റ്റ്. നമ്മളൊരു നടുമുറ്റം ശൈലിയിൽ ഉണ്ടാക്കിയ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്. ഒരു റബ്ബർ തോട്ടമൊക്കെ ഉള്ള ഒരു നല്ല ഒരു ഏരിയയിലാണ് പുള്ളി വീടുണ്ടാക്കിയത്. പക്ഷെ അന്ന് പുള്ളിനോട് പലരും പറഞ്ഞത് വീട്ടിൽ നടുമുറ്റം വേണ്ട. പുള്ളി അത് കേട്ടില്ല. കാരണം അതൊരു ട്രെൻഡാണ്, എനിക്കവിടെ നടുമുറ്റം ചെടി വെക്കണം. പക്ഷേ ഇപ്പോൾ ആ പുള്ളിക്ക് ആ വീട്ടിൽ താമസിക്കാൻ വയ്യ. നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക ജീവിയുണ്ട്, ഒരു ഓട്ടർ വന്നു എന്തെങ്കിലും പറയാം. പ്രത്യേകിച്ച് റബ്ബർ തോട്ടങ്ങളിലുണ്ടാവുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട്, കാരണം പുള്ളി ഫുള്ള് എയർ സർക്കുലേഷനൊക്കെ കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തു വെച്ചത്. വീട് നിറയെ ഓരോ ദിവസവും അവർ പറഞ്ഞത് ഇങ്ങനെ വാരിയിട്ട് ഇത് ഇവിടെ കൊണ്ടിടാൻ കഴിയും, അതിനുമാത്രം ഈ ജീവി വരുന്നുണ്ടാണ്. ഇതൊക്കെ നമ്മൾ കൊതുകിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം. ആഫ്രിക്കൻ ഒച്ച് തെക്കൻ ജില്ലയിലൊക്കെ എറണാകുളം മുതലുണ്ട്. ഈ ഒട്ടൊരുമയാണ് മലബാറിൻ്റെ പൊതുവെ വരുന്ന വലിയൊരു പ്രശ്നം. അതാണ് വീടിൻ്റെ ഉള്ളിലേക്ക് വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണണം. ഇവിടെയാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ആഗ്രഹം വേറൊരു ലെവലിലാണ്, നമ്മുടെ പൈസ വേറൊരു ലെവലിലാണ്, നമ്മുടെ അറിവ് വേറൊരു ലെവലിലാണ്. ഇപ്പം ഈ മൂന്ന് സാധനം ഒരുമിച്ച് വരാതാകുമ്പോൾ ഇതെങ്ങനെ സിഗ്സാഗായിട്ട് നിൽക്കും. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ക്ലയൻറ്റുകളും നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ അത് വേണം ഇത് വേണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വരും. പക്ഷെ ഇവർക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത് പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലത്തെ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ബഡ്ജറ്റ് ആദ്യം നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവണം. നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനെങ്ങാനും എൻ്റെ ബഡ്ജറ്റ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എൻ്റെ ബഡ്ജറ്റ് 1 കോടിയാണെന്ന് പറഞ്ഞാൽ ഇയാൾ 1.5 കോടിയിലേക്ക് കൊണ്ടുപോകുമോ, അല്ലെങ്കിൽ ഞാൻ പണക്കാരനാണെന്ന് തോന്നുമോ, അല്ലെങ്കിൽ എന്നെ പറ്റിക്കുമോ എന്നൊക്കെയുള്ളൊരു ധാരണയാണ്. അതിന് അവസരം കൊടുക്കണ്ടല്ലോ. നമ്മൾ വളരെ കൃത്യമായിട്ട് പറയും, എൻ്റെ ബഡ്ജറ്റ് ഇതാണ്, ഈ ബഡ്ജറ്റിൽ നിങ്ങൾ നിർത്തി തരണം. പക്ഷേ ഇതങ്ങനെ നടക്കാറില്ല. അല്ല, ഇത് നിങ്ങൾ വീട് ഉണ്ടാക്കുന്നതോട് പറഞ്ഞാൽ മാത്രം പോരാ. കൺസൾട്ടൻ്റ് എന്ന നിലക്ക് എനിക്ക് നിങ്ങളോട് കൂടി പറയാനുണ്ട്. ഒരാൾ ഒരു ഐഡിയ പറയുമ്പോൾ, എനിക്കിങ്ങനെ സ്വപ്നം പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതവിടെ പറ്റില്ലെങ്കിൽ സാധ്യമല്ലെങ്കിൽ സാധ്യമല്ല, അത് ഇങ്ങനെ അപ്രായോഗികത ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം. അത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വർക്ക് പോകുന്ന ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലെ ആളുകൾക്ക് വർക്ക് ഏതെങ്കിലും ബന്ധത്തിൻ്റെ കണക്ഷൻ്റെ പേരിലാണ് വർക്ക് സ്റ്റാർട്ട് ആവുക. അപ്പോൾ ഇവരെ ഞാൻ നാട്ടിലും ഇവിടെയും ഒരേപോലെ പണിയെടുക്കുന്ന ഒരാളാണ്. അപ്പം നമ്മളുടെ പ്രവർത്തന പ്രധാന, നിങ്ങൾക്ക് ഇവിടെയുള്ള കസ്റ്റമറെ കൈകാര്യം ചെയ്യാൻ പറ്റും, അവർക്ക് നിങ്ങൾ ഇവിടെ സേവനങ്ങൾ കൊടുക്കും. അതെ, നമ്മുടെ പ്രധാന പ്രവർത്തന ഏരിയ എന്ന് പറയുന്നത്, ഞാൻ ആർക്കിടെക്ചറൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ ചെയ്യുന്ന ഒരാളാണ്. ബോംബെയിലാണ് നമ്മുടെ കൂടുതൽ പ്രോജക്ട്സ്, നമ്മുടെ സെലിബ്രിറ്റീസിനൊക്കെ ഉള്ള ഡിസൈൻസ് ഒക്കെയാണ് നമ്മളവിടെ ചെയ്യാറ്. നാട്ടിൽ ഇതുപോലെ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ പലപ്പോഴും നമ്മളുടെ അടുത്ത് നീ ഒന്ന് ചെയ്താടാ, ഒന്ന് വരച്ചാടാ. ആളുകളുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വരക്കുക ഡിസൈൻ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് പപ്പടം പൊരിക്കണ അല്ലെങ്കിൽ പൊറോട്ട ഉണ്ടാക്കണ പോലത്തെ ഒരു പണിയെന്നാണ്. ഇതിങ്ങനെ മറിച്ചിടണ മാത്രമല്ല കാണുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വലിയ പണിയുണ്ട്. അപ്പം നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ, അവരുടെ കുറേ പ്രശ്നങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, അവരുടെ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടാണ് നാട്ടിൽ നമ്മൾ കൺസൾട്ടേഷൻ കേരളത്തിലെ മലയാളികൾക്ക് വേണ്ടി ചെയ്യാന്നുള്ള ഒരു സംവിധാനം. അതിനു മുമ്പ് വരെ തിരുപ്പൂർ വരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ നമുക്ക് 1-2 ക്ലയൻസ് ഉണ്ടായിരുന്നു മുമ്പ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അബുദാബിയിൽ, ദുബായിലൊക്കെ ഇവിടുത്തെ പല കമ്പനിയിലെ ആളുകൾ. പക്ഷെ ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് നമ്മൾ നല്ലോണം പ്രോജക്ട്സ് നാട്ടിൽ ഓൾമോസ്റ്റ് 20-25 പ്രോജക്റ്റ് ഇപ്പോൾ നമുക്ക് ഡിസൈനിങ്ങിൽ പൈപ്പ് ലൈനിലുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് റിസോർട്ട്സ് ഉണ്ട്, അതുപോലെ വലിയ വലിയ വില്ല പ്രോജക്ട്സ് ഉണ്ട്, കൊമേഴ്ഷ്യൽ സൈഡിലുള്ളതുണ്ട്, പിന്നെ കുറേ റെസിഡൻഷ്യൽ പ്രോജക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോജക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കോൺട്രാക്ടറാവും പലപ്പോഴും ഡിസൈൻ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അവന് ഈ പ്രോജക്റ്റ് കിട്ടൽ നിർബന്ധമാണ്. അപ്പോൾ ഈ പ്രോജക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 10 ലക്ഷം റുപ്യയുടെ സാധനമാണെങ്കിൽ കൂടെ തന്നെ 6 ലക്ഷം റുപ്യക്ക് തുടങ്ങാൻ പറ്റുമെന്നാണ് തുടങ്ങും. ഇത് തുടങ്ങിക്കഴിഞ്ഞ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നിട്ട് ക്ലയൻറ്റിന് ഒരു അൺസർട്ടനിറ്റി മോഡൽ, അല്ല പൈസ തീർന്ന സാധനത്തിനോടുകൂടി അങ്ങനെ ഇങ്ങനെ, അപ്പോൾ അവൻ വീണ്ടും എവിടുന്നേലും പൈസ അയച്ചു കൊടുക്കും, അപ്പോൾ അതിനുള്ളത് ചെയ്യും. അത് വീണ്ടും എവിടുന്നേലും പൈസ അയച്ചു കൊടുക്കും, അതിനുള്ളത് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് അവസാനം ഇത് കംപ്ലീറ്റ് ആവുകയില്ല, ഫിനിഷ് ആവുകയില്ല. പല സമയത്തും ചില ആളുകളൊക്കെ നമ്മളോട് പേഴ്സണലി വ്യക്തിപരമായിട്ടുള്ള ബന്ധമുള്ള ആളുകളൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇപ്പം ചെതൽ വലിയൊരു മാറിയിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഇപ്പോൾ നിങ്ങളൊരു വീട്ടിലൊരു മരം വെച്ചു, ഒരു പടുമരം, തല്ലിപ്പള്ളി മരം വെച്ച് കഴിഞ്ഞാൽ അത് ചെതൽ തൊടൂല. ഇപ്പോൾ നല്ല തേക്ക ഉണ്ടോയെന്ന് ആദ്യം നോക്കി തേക്ക് തിന്നും, പിന്നെ
പ്ലാവായിരിക്കും. ഏറ്റവും നല്ല മരങ്ങളാണ് ഇപ്പോൾ ചെതലിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഇതിനെന്താ പരിഹാരം? ഇതിൻ്റെ പ്രധാന കാര്യം ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, നിങ്ങളിത് നിങ്ങൾക്ക് അനുഭവത്തിലുണ്ടോ? എൻ്റെ അറിവാണ് ശരിയെന്നുള്ള അനുഭവമാണ്. അതേസമയം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പ്രധാനമായും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരം വേണ്ട പോലെ സീസൺ ചെയ്തെടുക്കണില്ല എന്നുള്ളതാണ്. ട്രീറ്റ് ചെയ്യണം അല്ലേ? അതെ, മരം വേണ്ട പോലെ ട്രീറ്റ് ചെയ്തെടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നാസർക്കാട് വീട് ഞാൻ ഉണ്ടാക്കാൻ വരുമ്പോൾ നാസർക്ക് എൻ്റെ അടുത്ത് പറയാൻ എന്താണെന്ന് വെച്ചാൽ, മുനീർ ഇത് ഞാൻ ഉപ്പ മരിക്കുമ്പോൾ പറഞ്ഞതാണ്, ഈ തേക്ക് നാസറിൻ്റെ വീടിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞെന്ന് പറയും. നാസർക്കാട് വീടിൻ്റെ മുറ്റത്തുനിന്ന് ആ ഇമോഷണൽ സംവിധാനമൊക്കെ കേട്ട് ഞാൻ ഈ തേക്ക് മുറിച്ച് കട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ മരത്തിൻ്റെ ഉള്ളിലൊരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. അത് പോകുന്നത് വരെ എന്തുണ്ടാവും, ഈ സാധനം ഇങ്ങനെ ചേർത്തിരിക്കും. അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മരം ചുരുങ്ങുമ്പോൾ എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചെമരിനോട് ചേർന്ന് ഇതിരിക്കണുണ്ടാവും. മരം ചുരുങ്ങി അവിടെ കുറേയൊക്കെ വരും. കേസ് ഒന്ന്. രണ്ടാമത്തെ നാസർക്കാട് മരം ചിലപ്പോൾ വലിയ സൈസൊക്കെ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ കൂടുതലും വെള്ളയാണ് ഉണ്ടാവും. അപ്പോൾ നാസർക്ക് ഏതെങ്കിലും, ഇപ്പോൾ ഞങ്ങളൊരു കൺസൾട്ടിങ് സൈഡിലുള്ള ഒരാളാണ്, നിങ്ങൾ ഒരു കാർപ്പൻറ്ററെ വിളിച്ചിട്ട് മരം മുറിക്കുന്ന ആളെ മുറിച്ച് അയാളെ മുറിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ അവിടെ നിന്ന് വിളിച്ച് പറയും, നാസർക്ക് ഇതിൽ ഒന്നും കിട്ടില്ല കേട്ടോ, ആകെ 3 പീസുള്ള വെള്ളം. അപ്പം നമുക്ക് സംശയമായി, ഇവനിപ്പോൾ എൻ്റെ ഇത്രയും വലിയ മരം മേടിച്ചു കൊണ്ടുപോയിട്ട് അത് മുറിച്ച് ഇനിയിപ്പോൾ അതിലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവൻ കട്ടെടുത്ത് ഇതാക്കി. അപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതെ ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്നെ പറ്റിക്കോ എന്നുള്ളൊരു ഭയം ആളുകൾക്ക് എപ്പോഴും എല്ലാവരിലും ഉണ്ട്. അല്ല, അത് മാത്രമല്ല, ഇവൻ എങ്ങനെ പറ്റിക്കാൻ പറ്റും എന്നുള്ള ചിന്ത ഇപ്പുറത്തുണ്ട്. അതെ, അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, അതേ സംഭവത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറ്റിക്കപ്പെടേണ്ട വിഷയം എന്താണെങ്കിൽ അതിൽ ചർച്ച ചെയ്യില്ല, അതിൽ അന്വേഷിക്കില്ല. ഒരു കാര്യം അന്വേഷിക്കുമ്പോൾ അതിൻ്റെ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആളുകളോട് അന്വേഷിക്കണം. നമ്മൾ ഇവിടെ കോൺട്രാക്ടറെ അല്ലെങ്കിൽ ആ കോൺട്രാക്ടറെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരന്വേഷിക്കുക. കോൺട്രാക്ടർ എന്ന് പറയുന്നത് ഒരു ആയുസ്സിൽ ചിലപ്പോൾ 50-100 വീട് ചെയ്ത ആളുകളാവും. അയാൾക്ക് ചിലപ്പോൾ ഇതേപോലെ 50-100 വീട് ചെയ്യുന്ന 10-20 ആളുകൾ അറിയുണ്ടാവും. അപ്പോൾ അവരുടെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000-2000 വീടുകൾ ചെയ്തൊരു ഗ്രൂപ്പാവും. ഈ കോൺട്രാക്ടർ നമ്മൾ പറ്റിക്കണുണ്ടോ, അല്ലെങ്കിൽ ഈ കോൺട്രാക്ടർ അങ്ങോട്ട് തിരിച്ച് പറ്റിക്കാൻ വേണ്ടിയിട്ട് ചർച്ച ചെയ്യണത് ആരോടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ 1-2 വീട് മാത്രം ചെയ്ത അപ്പുറത്തെ വീട്ടിലത്തെ ആളോട്, അളിയൻ്റെ സ്നേഹിതനോട്, അവരോടൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. വീട് ഉണ്ടാക്കി കഴിഞ്ഞ് താമസിച്ച പാട് അതിന്റെ പ്രയാസങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. അതൊരു വിഷയമാണ്. താമസിച്ച പാട് പ്രയാസം എന്തായാലും അറിയില്ല. ഇപ്പം നമ്മൾ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ നമ്മളതിൻ്റെ ബഡ്ജറ്റ് കൃത്യമായിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ ഈ പറഞ്ഞതുപോലെ ബഡ്ജറ്റ് ഓപ്പൺ ആക്കും, തുറന്നു പറയണം. ഇത്ര എനിക്ക് ബഡ്ജറ്റ് ഓപ്പൺ ആക്കി വെച്ചു. നമുക്കതിൽ എത്ര ചിലവ് വരും, എത്രയാണ് നിങ്ങൾക്ക് ചിലവാക്കാൻ പറ്റുക കൃത്യമായിട്ട് പറയാം. അതിനൊതുങ്ങുന്ന ബഡ്ജറ്റ്. നാസർക്കാട് ഈ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് അത്രയും ബന്ധവും ആളുകളൊക്കെ ഉള്ള എത്ര ആളുകൾ വ്യക്തമായ BOQ ഉണ്ടാക്കി, ബിൽ ഓഫ് ക്വാണ്ടിറ്റി ഉണ്ടാക്കി, വ്യക്തമായ എസ്റ്റിമേഷൻ എടുത്തിട്ട് വീട് ചെയ്ത എത്ര ആളുകളെ എനിക്ക് സത്യം പറയാൻ അങ്ങനെ ഒരാൾ പോലും ഇല്ല. പലരും ഇതുപോലെ തന്നെ ആദ്യം തറ കെട്ടും, ആ തറ കെട്ടുമ്പോൾ ഇതിൻ്റെ മേപ്പോട്ട് എങ്ങനെ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവില്ല, എന്ത് മരം ഉപയോഗിക്കണം തീരുമാനിച്ചിട്ടുണ്ടാവില്ല, ബാക്കി എന്തൊക്കെ ലൈറ്റ് സ്വിച്ച് കാര്യങ്ങൾ ഇതൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇതേപോലെ തന്നെ എനിക്കതിൻ്റെ സാങ്കേതികത അറിയില്ല. നമ്മളൊക്കെ വീടുകളിൽ വരുന്ന ഒരു വിഷയമുണ്ട്. ഈ ചെതൽ തന്നെ വലിയൊരു വില്ലനാണ്. ഇതൊക്കെ തന്നെ ഈ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് എൻ്റെ വീട്ടിൽ 3 പ്രാവശ്യം സ്വിച്ച് ബോർഡ് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മണ്ണ് വന്ന് നിറഞ്ഞിട്ട് ഇത് സ്വിച്ച് മാറ്റേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം കൂടെ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇതിന് പരിഹാരം എന്ന് പറയുന്ന സംവിധാനമില്ല, ഇതിന് പ്രിക്കോഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം. അത് വരാതിരിക്കാൻ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ പരിഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചില വയറുകളൊക്കെ ഉറുമ്പ് തിന്നണ വയറുകളുണ്ട്. അല്ല, വയർ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാതിരിക്കാൻ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ കയറിക്കൂടും. അല്ല, സ്വിച്ച് ബോർഡിന്റെ ഉള്ളിൽ കയറി കൂടാതിരിക്കാൻ സൈഡ് നന്നായി പാക്ക് ചെയ്യാൻ. ആ പാക്കിങ്ങിൽ വരുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. ഈ പാക്കിങ്ങിൽ വരുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞതിലേ ഇത് എല്ലാ സാധനത്തിനും അതിൻ്റെ ഒരു ക്യൂറിങ് പീരീഡ് ഉണ്ട്. ഒരു തറ ഉണ്ടാക്കിയാൽ ആ തറ ക്യൂർ ചെയ്യണ്ടേ, ആ തറ സെറ്റ് ചെയ്യണ്ടേ, ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ്
അതിൽ ഞാൻ അളിയൻ്റെ മോളെ കല്യാണത്തിന് വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ മേലെ നിന്ന് നമുക്ക് കണ്ട് പടുക്കാം. അപ്പോൾ അത് നടക്കില്ല. ഞാൻ സ്വിച്ചിൻ്റെ വിഷയത്തിൽ തന്നെ കിടക്കാം. ചുമര് തേച്ച് നല്ല രീതിയിൽ അതിന് നന കിട്ടി, ആ നന കിട്ടി അത് 15-16 ദിവസം കറക്റ്റായിട്ട് നന കിട്ടി. അത് മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്ത് നന കിട്ടി. അതിന് ശേഷം അത് ഉണങ്ങി ക്യൂർഡായതിൻ്റെ ശേഷം മാത്രമേ അവിടെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പുട്ടിയടിക്കാനും പെയിൻ്റ് അടിക്കാനും ബോർഡ് വെക്കാനും പാടുള്ളൂ. ഇതെന്താ സംഭവം ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാതെ നമ്മൾ അതിൻ്റെ മുമ്പ് ഇതൊക്കെ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഡ്രൈ ആവും. ഇതിലത്തെ വാട്ടർ കണ്ടന്റ് പോകുമ്പോൾ അത് ഡ്രൈ ആവും, അവിടെ ഗ്യാപ്പ് വരും. അപ്പോൾ അതുപോലെ തന്നെ ചുമരൊക്കെ നമ്മൾ കരിങ്കല്ലുകൊണ്ട് വെട്ടുകല്ലുകൊണ്ട് പടുത്തതിന് ശേഷം ഇത്ര മാസം കഴിഞ്ഞിട്ട് ബാക്കി വർക്ക് തുടങ്ങാമെന്ന് പറയാറുണ്ട് ചില. എനിക്കതിന് സാങ്കേതികത്വം അറിയില്ല. അതിൽ വളരെ സിമ്പിളാണ്. ഇത് നമ്മൾ നമ്മൾ പടുക്കുമ്പോഴും ഈ പടുത്തതിന് ശേഷം സ്ഥിരമായിട്ട് വെള്ളം അതിനകത്തേക്ക് പമ്പ് ചെയ്യണം. ആ വെള്ളമൊക്കെ ഈ കല്ല് കുടിച്ച് സെറ്റായിട്ടിരിക്കുന്നുണ്ടാവും. ഇനി അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഇത് തിരിച്ച് പുറത്തേക്ക് വിടണം, അല്ലെങ്കിൽ എവാപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഉണങ്ങി പോകണം. അതിനുശേഷം നമ്മൾ അതിന് മുമ്പ് ചെയ്താൽ എഗെയിൻ ഇന്ന് നമുക്ക് മണ്ണൊന്നും കിട്ടാനില്ല. ഇന്ന് നമുക്ക് കിട്ടാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണൽ കിട്ടാനില്ല. അപ്പോൾ ഈ എംസാൻഡ് ആണുള്ളത്. ഈ എംസാൻഡ് എന്ന് പറയുന്നത് വെള്ളം കുടിക്കാൻ കഴിവില്ലാത്തൊരു സാധനമാണ്. നമ്മുടെ മണൽ അല്ലെങ്കിൽ വെട്ടുകല്ല് അതുപോലത്തെ സാധനങ്ങളൊക്കെ വെള്ളം കുടിക്കും. അപ്പോൾ എംസാൻഡ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കിട്ടുന്ന വെള്ളം മുഴുവൻ ഇത് തിരിച്ച് പുറത്തേക്ക് വിടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ സെറ്റിങ്ങിലും ഒന്നും പഴയ പോലത്തെ ഒരു പിടുത്തം അതിനില്ല. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിനെന്താക്കും, പുറത്തേക്ക് തള്ളിവിടും. അങ്ങനെയാണ് പല സ്ഥലത്തും പുതിയ വീടുകളൊക്കെ നമുക്ക് കാണാം, പെയിൻ്റ് അടർന്ന് വീണും പുട്ടിയടർന്ന് സ്ക്രാച്ചിങ്, അത്തരം പ്രശ്നങ്ങളൊക്കെ. ഈ ടെക്നോളജി ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുക അല്ലേ, ഓട്ടോമേഷനും. അപ്പോൾ അതുപോലെ തന്നെ ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഓഫീസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്ന് എടിപിടി എന്ന് പറഞ്ഞിട്ടൊരു റൂം എടുക്കും, ഓഫീസ് സെറ്റ് ചെയ്യും. പക്ഷേ ആ ഒരു ഓഫീസിന് അതിൻ്റേതായ ഒരു കെട്ടുമട്ടും നമ്മുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമ്മുടെ ആ ഒരു ഓഫീസിൻ്റെ പ്രവർത്തന മേഖല എന്താണോ അതിനനുസരിച്ചുള്ള ഡിസൈനിലൊരു ഓഫീസ് ഉണ്ടാകുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. സ്പേസ് മാനേജ്മെൻറ്റും അതിന് ഭംഗി രണ്ടും വേണമല്ലോ നമുക്ക്. ഭംഗി വേണം, അതുപോലെ തന്നെ സൗകര്യങ്ങൾ വേണം. ചിലത് നല്ല ഭംഗി ഉണ്ടാവും, ഒരു സൗകര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ സൗകര്യം ഉണ്ടാവും, ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഒക്കെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ ചർച്ച ചെയ്തതുപോലെ തന്നെ അതിൻ്റെ മണ്ണൊരുക്കുമ്പോഴും അതിൻ്റെ വീടിൻ്റെ സ്ഥാനം കാണുമ്പോഴും അതിൻ്റെ കാറ്റും വെളിച്ചവും എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റും. നമ്മളെ വീടിൻ്റെ ഒരു സോയിൽ ടെസ്റ്റ് മുതൽ തുടങ്ങിയിട്ട് നമുക്ക് വീട് എന്ന് പറഞ്ഞാൽ മനസ്സമാധാനത്തിൽ കിടന്ന് പലരും എനിക്കറിയാം വീടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അശാസ്ത്രീയമായി ഉണ്ടാക്കിയതായിരിക്കും. എന്നിട്ട് പറയാം വീടുണ്ടാക്കി അന്ന് മുതൽ എൻ്റെ പ്രയാസം തുടങ്ങി എന്ന് പറഞ്ഞ് കുറേ മന്ത്രവാദികളുടെ ഇടയിൽ കൂടി അവിടെ ഇത് കുഴിച്ചിട്ടു, ഇവിടെ തകിട് കുഴിച്ചിട്ടു, അവിടെ മറ്റേ കൊട്ടത്തേങ്ങ കുഴിച്ചിട്ടു, ഇത് കെട്ടി തൂക്കിയിട്ടൊക്കെ നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ നമുക്ക് ശാസ്ത്രീയമായിട്ട് ഈ രംഗത്തുള്ള അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇവിടെ 10 ദിവസം നിങ്ങൾ ദുബായിലുണ്ടാവും. എല്ലാ മാസം 10 ദിവസം ഇദ്ദേഹം ഇവിടെ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ നമ്പറും കാര്യങ്ങളും ഞങ്ങൾ തരാം. ഇനിയിപ്പോൾ അദ്ദേഹത്തെ തന്നെ നിങ്ങൾ സമീപിക്കണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അത് ബിസിനസ് അല്ല, ബിസിനസ് നമുക്ക് അനുഭവം നമ്മുടെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകാൻ നമ്മുടെ ഒരു വീട് സുരക്ഷിതമായി ഭംഗിയുള്ള സൗകര്യപ്രദമായ ഒരു വീടുണ്ടാക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു മാർഗ്ഗമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ലഭ്യമായ ഒരു 10 ദിവസം അദ്ദേഹത്തിൻ്റെ സേവനം ഇവിടെ ഉണ്ടാവും, നാട്ടിലും ഉണ്ടാകും. നിങ്ങളുടെ വീടിൻ്റെ A to Z അല്ലേ. നമ്മുടെ ഒരു പ്രവർത്തന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അങ്ങനെയാണ്. ഞാൻ കുടുംബമായിട്ട് ഇവിടെയാണ് സെറ്റിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാസത്തിലൊരു 10 ദിവസം ഞാൻ ദുബായിലെ ക്ലയൻറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള കൺസൾട്ടൻസി, അതേസമയം ഖത്തറിൽ നിന്നും അയർലാൻഡിൽ നിന്നും സൗദിയിൽ നിന്നും അവിടെ നിന്നൊക്കെ ക്ലയൻറ്റുകൾ ആ ദിവസങ്ങളിൽ ഇവിടെ വരാറുണ്ട്. സെയിം നാട്ടിൽ ബാക്കി സമയത്ത് അവിടുത്തെ ഓഫീസിലും സൈറ്റ് സൂപ്പർവിഷനും പിന്നെ എവിടെയാണ് ഓഫീസ്? നമുക്ക് ചാവക്കാട് ഓഫീസുണ്ട്, പിന്നെ ബോംബെയിൽ ഓഫീസുണ്ട്. ചാവക്കാട് ഓഫീസുണ്ട്, ബോംബെയിൽ ഓഫീസുണ്ട്. ദുബായിൽ കിസൈസിലാണോ നിങ്ങളുടെ? അല്ല, അബുഹയിൽ ദുബായിൽ ഓഫീസുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പറും കാര്യങ്ങളും ഞങ്ങളിവിടെ കൊടുക്കും. നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാം, നമ്മുടെ സംശയം ദൂരീകരിക്കാം. അതുമാത്രമല്ല, നമ്മൾ ഈ ചാനൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ വീടുമായി ബന്ധപ്പെട്ട
കാര്യങ്ങളുടെ പുതിയ ഒരുപാട് ടെക്നോളജിയും വരാനുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ നമുക്ക് പകർന്നു തരാനും നിങ്ങളുടെ സംശയം ദൂരീകരിക്കാനും ഞങ്ങളൊരു ചെറിയ ശ്രമം നടത്താൻ പോവുകയാണ്. നിങ്ങളെല്ലാവരുടെ സഹായവും സഹകരണങ്ങളും ഉണ്ടാകണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നമസ്കാരം.